ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. പിന്നെ ഏകദേശം ഒരു മാസമൊക്കെ ആവാനായിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയത്. പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച് ഒരു കല്യാണം കേട്ടോ അത്. ഞങ്ങളെ വീട്ടിലത്തെ എല്ലാവരും ഒന്നാമത് ഡ്രസ് കോഡ് കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന്. ഞങ്ങൾക്ക് 2 ദിവസത്തെ കല്യാണമാണ്. ഒന്ന് പിന്നെ ശനിയാഴ്ചയും പിന്നെ ഒന്ന് ഞായറാഴ്ചയും, അങ്ങനെ 2 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇസുവിൻ്റെ സ്കൂളൊക്കെ വിട്ട് ഞാൻ വെള്ളിയാഴ്ച തന്നെ എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അന്ന് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒലപ്പം എനിക്ക് എത്തിക്കൂടാൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് എനിക്ക് മഴയും കാര്യങ്ങളും സ്കൂട്ടി കൊണ്ട് അവിടെ എത്താനും കുറച്ച് ടൈം എടുത്ത്. പിന്നെ ഇസുവിൻ്റെ മുടി വെട്ടണ്ടായിന്ന്, പിന്നെ ഡ്രസ്സ് കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ടായി. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ട് ഞാൻ വൈകിട്ടാണ് അവിടെ എത്തിയത്. ഒരുവിധം പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും തലേന്ന് ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും തലേന്നായിരിക്കും അതിൻ്റെ രസം. അപ്പോൾ ഞങ്ങളെ അമ്മാൻ്റെ വീട്ടിൽ ആരുടെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുവിധം ആൾക്കാരതിനൊക്കെ തലേന്നും അങ്ങനെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതുകൊണ്ട് തന്നെ ഈ കല്യാണം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഞാനും കുട്ടികളെ സ്കൂട്ടിമ്മ അങ്ങോട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് എത്തി. കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ എത്തിയതെങ്കിലും പിന്നെ മദ്രസിൽ വെച്ചിട്ടായിരുന്നു തലേന്നത്തെ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നത്. കല്യാണം ഞങ്ങളുടെ അടുത്തുള്ളൊരു മദ്രസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ ഓഡിറ്റോറിയം കാര്യങ്ങളും ഉണ്ട്. ഞാൻ എൻ്റെ ഉമ്മയും വീട്ടിലത്തെ എല്ലാവരും അവിടെ എത്തിയിരുന്നു കേട്ടോ. ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നത്. പിന്നെ അങ്ങനെ മദ്രസക്ക് ഓഡിറ്റോറിയത്തൊക്കെ പോകുന്നു. പിന്നെ അവിടെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇത് അമ്മോനാട്ടോ, പിന്നെ അമ്മായി, അതേപോലെ മക്കളാണ്. അങ്ങനെ പിന്നെ ഇത് എൻ്റെ ഉമ്മാൻ്റെ അമ്മ, പിന്നെ ഉമ്മാൻ്റെ ഏട്ടത്തി, അനിയത്തി, 2 ആങ്ങളാർ ഒക്കെയാണത്. അപ്പോൾ പുതിയണ്ണിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവളെ പേര് ഞങ്ങൾ വിളിക്കുമ്പോൾ ഓളൂന്നാട്ടോ, പക്ഷേ അവളെ ശരിക്കുള്ള പേര് വർഷാന എന്നാണ്. വർഷാന. അപ്പോൾ അവൾ BSc നഴ്സിംഗ് പഠിക്കുകയാണ് കോഴിക്കോട്. ഞങ്ങൾ ഫുഡൊക്കെ വയസ്സിൽ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വന്ന പാടെ എല്ലാവർക്കും പറ്റണ പോലെ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഫോട്ടോസ് എടുക്കുക കേട്ടോ. ഓരോ ഫാമിലിയും കാര്യങ്ങളായിട്ട് അങ്ങനെ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയന്മാരും ഇമ്മയും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോസ് കാണുമ്പോഴാണ് എത്ര പെട്ടെന്നാണ് ഇവരൊക്കെ വലുതായത് എന്നുള്ളത് ഞാൻ തന്നെ ഇങ്ങനെ ചെറിയൊരു സങ്കടം. എന്താണെന്ന് വെച്ചാൽ ഇവരെ ഞാൻ നോക്കി, അഥവാ ചെറിയ കുട്ടികളായിട്ടാണ് പോലെ ഞാൻ കൂടുതലായിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് 18 പിന്നെ 10 വർഷമായിട്ട് ഓലടുത്തുനിന്ന് അധികം വിട്ടിട്ട് തന്നെയാണ്. അൽഹംദുലില്ലാ എത്ര പെട്ടെന്ന് ഓലൊക്കെ വലുതായി എന്നുള്ള സന്തോഷം. പിന്നെ ആ ഒരു കൂടുതൽ ഓലടുത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരിതും അങ്ങനെയൊക്കെ. അങ്ങനെ എന്തായാലും ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുക്കലേന്. പിന്നെ ഉമ്മാൻ്റെ അനിയത്തി, ഏട്ടത്തി, പിന്നെ അമ്മോന്, അങ്ങനെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മായിൻ്റെ വീട്ടുകാരത്, അങ്ങനെ കുറേ എല്ലാവരും ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ്. എൻ്റെ ഉമ്മാക്ക് ഒരു അനിയത്തിയും പിന്നെ 3 ഏട്ടത്തികളും 2 ആങ്ങളാരും കേട്ടോ. ഞങ്ങളപ്പ മരിച്ചിരിക്കണ ഇമ്മമ്മ ഉണ്ട് അൽഹംദുലില്ലാ. ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇപ്പം തന്നെ ഒരു 10 മണിയായിക്കിടാം. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസും പിന്നെ അതേപോലെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് അലൗഡ് അഥവാ 11 മണി വരെ ഉള്ളൂ ഈ ഒരു സ്റ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഇവിടെ നിൽക്കാനും പറ്റില്ല. പിന്നെ ഏകദേശം 1 മണിക്കൂറുള്ളൂ. അപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. എടുക്കണ തിരക്കിലാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ള സമയത്ത്. മെയിലാഞ്ചിൻ്റെ കാര്യം ഇമ്മാൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടിയുടെ കേട്ടോ. അപ്പോൾ ഓൾക്ക് മെയിലാഞ്ചി അതേപോലെ ഉണ്ടാക്കും ചെയ്യുള്ളൂ, സെയിലാക്കും, പിന്നെ അതേപോലെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഇടാനൊക്കെ അറിയാം, പക്ഷെ എപ്പോഴും ഇടുന്ന ആൾക്കാരെ പോലെ നമ്മളത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളോട് ഇട്ടുതരാൻ പറയണം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്.
പിന്നെ ഞങ്ങളെല്ലാവരും പാടെ ഫാമിലി ഫോട്ടോ ഒന്നും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. കുറച്ച് ആൾക്കാരും പാടെ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ. സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കണതല്ലായിരുന്നു. പക്ഷെ എന്നാലും വീഡിയോ ഇത്രയും ഒരു കല്യാണത്തിൻ്റെ വീഡിയോ കിട്ടിയിട്ട് അപ്ലോഡ് ആക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമാണ്. കാരണം അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഉണ്ടായിട്ട് വീഡിയോ എടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പിന്നീട് അതൊരു നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ആൾക്കാരൊന്നും ഇതിൽ കാണിച്ചാൻ പറ്റില്ല. ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല വീഡിയോയിൽ നിൽക്കുന്നത്. അപ്പോൾ ഓലേന് പിന്നെ കാണാത്ത വിധത്തിലാക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കല്യാണം കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ ഗ്രൂപ്പ് അപ്പോഴാണെന്ന് ഓപ്പണായിട്ട് സംസാരവും കാര്യങ്ങളും ആയിട്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. ഇതിൻ്റെ മുന്നേ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അത്രയും നല്ല ആഗ്രഹിച്ചൊരു കല്യാണമാണ്. ഞാൻ എന്ത് കൂടുതലായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞാലും പൊലിവിച്ച് കഴിഞ്ഞാലും എനിക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ മനസ്സിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരും. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ മൈൻഡ് മൊത്തം ആ ഒരു ടെൻഷനാക്കാരം. പക്ഷെ എന്നാലും മൈൻഡൊക്കെ ഓക്കെ ആക്കാൻ ഞാൻ ശ്രമിക്കലാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ പോയി. ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ നടന്നു പോകാൻ വേണ്ടി നിൽക്കണം. പിന്നെ ഇന്നലെ രാത്രി അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കടന്നത് തന്നെ 3 മണിക്കാണ്. കാരണം മൈലാഞ്ചി ഇടല്ലേ എന്ന് പറഞ്ഞാൽ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്നിരിക്കണത്. ഒരാൾക്കുള്ളൂ ശരിക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടിക്ക്. അപ്പോൾ ഓളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളത് കഴിഞ്ഞ് ഒരാളത് ഓൾക്കും ഇടങ്ങാറില്ല. ഞങ്ങൾക്കത് അത്രയും നല്ല നല്ല വൃത്തിയായിട്ട് മൈലാഞ്ചി ഇട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്ര നേരമാണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കിടന്നപ്പോൾ 3 മണിക്കണം. പിന്നെ ഡ്രസ് കോഡിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരു പച്ച കളറാട്ടോ. ഒരു ലൈറ്റ് പച്ച കളറാണ് എടുത്തിക്കണത്. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഒക്കെ ഞങ്ങളെല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ പാടെ പോയി. എല്ലാവർക്കും ഈ കളർ ഇഷ്ടമായി. അപ്പോൾ ചില ആൾക്കാർക്ക് കളറ് മാറിപ്പോയി. പിന്നെ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് എടുക്കാൻ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഓലൊക്കെ കളറ് മാറി. പിന്നെ ഓല് കളറ് ചേഞ്ച് ആക്കി വീണ്ടും അങ്ങനെയൊക്കെ. എന്തായാലും ഈ ഒരു കളറ് മതി എന്നുള്ളത് ഞങ്ങളെല്ലാവരും ബ്ലാക്ക് എടുക്കുക എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്കിനോട് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കളർ തന്നെ സെലക്ട് ആക്കി. ഹെസമോൾ എന്തിനാ കരയണമെന്ന് വെച്ചാൽ അവൾക്ക് ഷൂട്ട് കൊടുത്തപ്പോൾ അത് വേദനിക്കാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മതി, ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഷൂ തരാൻ പറഞ്ഞു. ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയും കാര്യങ്ങളും കുറച്ചൊക്കെ അധികം നല്ലോണം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കല്യാണത്തിന് മഴ ഇല്ലാതിരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആഗ്രഹം. പക്ഷെ എന്താ പറയാനാ, മഴക്കാലല്ലേ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തൊക്കെ ഒരു വിധം നനയാതെ ചെറിയ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വേഗം വന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴാണ് നല്ല മഴ പെയ്യാന്നുള്ളത് അറിയില്ല. ആ ഒരു സമയമാകുമ്പോഴേക്കിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ വിചാരിച്ചിട്ടൊരു വീടുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസ് എടുക്കാം. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഹെസമോളെ കയ്യിൽ ഫോൺ കണ്ടു കേട്ടോ. ആ ഒരു സമയത്തോളം കയ്യിൽ ഉമ്മാൻ്റെ ഫോണുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഫോൺ മേടിച്ചേക്ക്, ഓള് ഫോൺ കാണണ്ടെന്ന്. ആ ഫോൺ കാണണ്ടെന്ന് പറഞ്ഞത് അപ്പം തുടങ്ങിയ കരച്ചിലാണ്. പിന്നെ എനിക്ക് ഫോട്ടോ ഓള് നിരക്കിനെടുക്കാൻ നിന്നിട്ടില്ല. ഹെസമോൾ ആ ഒരു ഫോൺ മേടിച്ചതിനാൽ പിന്നെ ഒരു ഫോട്ടോയിൽ ഓള് ശരിക്കും എനിക്ക് നിന്നിട്ടില്ല. അതിൻ്റെ മുന്നേ ഞാൻ ഈസും ഓളൊരു ഫോട്ടോ എടുത്തു എന്നല്ലാതെ ശരിക്കൊരു ഫോട്ടോ ഉള്ളത് കിട്ടിയിട്ടില്ല. ഇവരൊക്കെ മോളുവിൻ്റെ കൂടെ നഴ്സിങ്ങിന് പഠിച്ചിരുന്ന കുട്ടികളാണ്. ഓലൊക്കെ എല്ലാവരും വന്നിക്കണ കല്യാണത്തിന്. അപ്പോൾ ഇപ്പോൾ ഫുഡും കാര്യങ്ങളും ഓരോരുത്തർ കഴിച്ചിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഡ്രസ് കോഡൊക്കെ എടുത്തതല്ലേ, അപ്പോൾ നല്ല റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ല. മഴ പുറത്ത് ചെറുതായിട്ടുണ്ടെങ്കിലും ഇവിടിൻ്റെ ഉള്ള ആകെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൊത്തത്തിൽ തിരക്കും കാര്യങ്ങളും ശരിക്കും നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളാ പോയ വീട്ടിലേക്ക് പോകണം. അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എല്ലായിടത്തും മഴ ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റീൽസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പിന്നെ കൂടുതലെടുക്കാൻ പറ്റില്ല. അപ്പോൾ മഹർ കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വല്ലാണ്ടല്ലോ.
പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, റീൽസും കാര്യങ്ങളും അതുപോലെ നല്ല അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ല രീതിയിലാവട്ടെ. പിന്നെ ചെറുക്കൻ്റെ ഫാമിലിയിൽ പിന്നെ ഒരേട്ടനും ഓനും തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പ ഇമ്മ അത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ 2 ചെറുക്കന്മാരാണ്. പിന്നെ ശ്രീകൃഷ്ണപുരം ആ ഒരു ഭാഗത്തേക്കാട്ടോ ഓളെ കല്യാണം. പിന്നെ ആകെ ഓൾക്ക് ലീവ് കിട്ടിയിരിക്കണത് 10 ദിവസമാണ് ലീവ് കിട്ടിയിരിക്കണത്. ഒരാഴ്ച എങ്ങാനും ഉള്ളൂ തോന്നുന്നു. പിന്നെ 10 ദിവസം നിൽക്കുമായിരിക്കും വിചാരിക്കണ്. മഹറും കാര്യങ്ങളും കെട്ടലൊക്കെ കഴിഞ്ഞ ശേഷം ഓലെ ഫാമിലി കേട്ടോ, ഓലെ ഫാമിലിയും അതേപോലെ ഓളതും ഓൻ്റെതും പാടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തൽ കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ വന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഈ കളറ് പിന്നെ ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ എവിടെയും കാണും. അങ്ങനെ ഓരോരുത്തർ വിളിക്കുകയാണ്. വരാത്ത ആൾക്കാരെയൊക്കെ ഫോട്ടോത്തിലെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വിളിച്ച് നിൽക്കുക കേട്ടോ. ഞങ്ങൾ സ്റ്റേജിലേക്ക് ഇന്ന ആൾക്കാർ വരാണ്ടായിന്ന്. അങ്ങനെ ഞങ്ങളെ ഫോട്ടോസ് എടുക്കുകയാണ്. ഞങ്ങളെ ഫോട്ടോസ് എടുക്കലിന് ശേഷം പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഈ ഒരു സംഭവം എടുക്കാൻ നേരത്ത് കുട്ടികൾ എല്ലാവരും സ്റ്റേജമ്മ കയറിക്കൂടി. ശരിക്കും ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പോലും ശരിക്കും കേക്ക് കിട്ടൂല. അതെവിടെ കേക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അധികം ആൾക്കാർക്കും കിട്ടൂല. പിന്നെ ഉള്ള കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കുക, എന്തായാലും കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഉള്ള കുട്ടികൾക്കും പറ്റണ കുട്ടികൾക്കും ആർക്കൊക്കെ കിട്ടണം അവർക്ക് കിട്ടും ഈ ഒരു സമയത്ത് കേക്ക്. അങ്ങനെ പിന്നെ ആൺകുട്ടികൾക്ക് ഡ്രസ്സ് ബ്ലാക്ക് ആയിരുന്നു. ഓല് ബ്ലാക്ക് പിന്നെ എല്ലാവരും ബ്ലാക്ക് എന്നുള്ളതൊന്നും അല്ല കേട്ടോ. ഓല ആ ഒരു സമയത്ത് ബ്ലാക്ക് എല്ലാവരും ഒപ്പിച്ചതാണ്. കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ ബ്ലാക്ക് ഇട്ട്, അപ്പോൾ പിന്നെ എല്ലാവരും ബ്ലാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കും പിന്നെ റെഡിയാക്കി ബ്ലാക്ക് ഒരുവിധം ബ്ലാക്ക് ആക്കിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു കേട്ടോ. അഥവാ പെണ്ണിൻ്റെ പേരിലുള്ള കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് ചെറുക്കൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളിവിടുത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ കൂടിയും പോയിട്ടോ. ഞാനന്ന് പോയിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി. ഞാനന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് നിന്ന്. ഇമ്മയൊക്കെ പോയി. പിന്നെ ഇമ്മ പോയി, അതേപോലെ തന്നെ ഇസു പോയി തോന്നണം. ഞാനും ഹെസമോളും അവിടെ നിന്ന്. അങ്ങനെ എന്തൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടണില്ല. എന്തായാലും എല്ലാവരും പോയി. ഞാൻ പിന്നെയും ഇങ്ങോട്ട് തന്നെ വരണ്ടേ വിചാരിച്ചിട്ടും ഞാൻ പോകാൻ നിന്ന സമയത്ത് നല്ല മഴയായി. സ്കൂട്ടി കൊണ്ടാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാറിലും ഓട്ടോയിലൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ സ്കൂട്ടീനെ ഇവിടെ വെച്ച് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് വിചാരിച്ച്. അങ്ങനെ ഞാനന്ന് അവിടെ നിന്ന്. പിന്നെ പിറ്റേ ദിവസം ചെറുക്കൻ്റെ വീട്ടിലുള്ള കല്യാണമാണ്. അപ്പോൾ ഉച്ച ആയ സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ്. അതും ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. ഓലത് ശരിക്കും ഓഡിറ്റോറിയത്തിലാണ്, ശ്രീകൃഷ്ണപുരം ഒരു ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ സ്റ്റേജിൽ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നല്ല പരിപാടി കേട്ടോ ചെറുക്കൻ്റെ വീട്ടിൽ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യോണ്ടോ, ലൈക്ക് ചെയ്യോണ്ടോ, കമൻറ്റ് ചെയ്യോണ്ടോ. ഓക്കെ.